തിണ്ടിൽ ഇങ്ങനെ ചുമര് നെറ്റിയിൽ ഇങ്ങനെ മുട്ടിച്ചിട്ട് അവിടെ കിടന്നിട്ട് ദുആ ചെയ്തു, റബ്ബേ ഒന്നില്ലെങ്കിൽ ഇന്ന് എന്റെ ജീവിതം മാറ്റണം, അതല്ലെങ്കിൽ ഇവിടെ വെച്ച് എന്നെ മരിപ്പിക്കണം. അത്രയ്ക്ക് അവസ്ഥയിലേക്ക് എന്റെ ജീവിതം കഴിഞ്ഞുപോയി. ആ ഭിത്തിയിൽ ഇങ്ങനെ ചുമര് വെച്ചിട്ട് ദുആ ചെയ്ത ദുആ, ഇന്ന് ഇവിടുന്ന് ജീവിതം മാറ്റണം, അതല്ലെങ്കിൽ എന്നെ തിരിച്ചയക്കരുത്, ഇവിടെ മരിപ്പിച്ചോളണം. ലോകത്തുള്ള ഏത് ഇമാമികളെ എടുത്ത് പരിശോധിച്ചാലും, ലോകത്തുള്ള ഏത് നേതാക്കന്മാരെ എടുത്ത് പരിശോധിച്ചാലും, ഏത് പ്രഗത്ഭരായ ഉസ്താദുമാരെയും ഇമാമികളെയും എടുത്ത് പരിശോധിച്ചാൽ, അവർ ആ സ്ഥാനത്ത് എത്തിയതിന്റെ പിന്നിൽ അവരുടെ ഉസ്താദുമാരുടെ കരങ്ങളുണ്ടാകും. ഉസ്താദുമാരുടെ പൊരുത്തമില്ലാത്ത ഒരാളും ഒരു സ്ഥാനത്തും എത്തിയ ചരിത്രമില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന വലിയ ആലിമീങ്ങളൊക്കെ ഉണ്ട്, സനദൊക്കെ എടുത്ത് വലിയ മുദരിസന്മാരായി ജോലി ചെയ്യുന്നവരുൾപ്പെടെ ഞാൻ എല്ലാം തികഞ്ഞു, ഇനി ഉസ്താദുമാരില്ലെങ്കിലും എനിക്കൊക്കെ ഒറ്റയ്ക്ക് കിതാബെടുത്ത് നടത്താൻ കഴിയുമെന്ന ചിന്താഗതിയിലൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ ആ ബന്ധമൊക്കെ നിങ്ങൾ ഉറപ്പിച്ചു, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. വലിയ സ്ഥാനത്തെത്തേണ്ടവരിൽ ഉസ്താദുമാരുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു ബറക്കത്തിനെ എടുത്തു കളയും. മുദരിസന്മാരാവാൻ പ്രാപ്തിയുള്ളവർ ചിലപ്പോ പള്ളിയിലെ ക്ലീനിങ് ജോലിയിലൊക്കെ കയറേണ്ടി വരും, താഴ്ന്ന ജോലിയിലൊക്കെ ചിലപ്പോ നിൽക്കേണ്ടി വരും. ഉസ്താദുമാരുടെ പൊരുത്തമുണ്ടെങ്കിൽ അല്ലാഹു അറിയാതെ ആ വ്യക്തികളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും. അല്ലാഹു നമുക്കൊക്കെ അതിന്റെ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, 2 വർഷം മുമ്പ് ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ ഇവിടെ വന്നപ്പോ വേദിയിൽ പ്രഗത്ഭരായ ഉസ്താദുമാരൊക്കെ ഉണ്ട്. സാലി ഉസ്താദുണ്ട്, മറ്റുള്ള ചീർ ഉസ്താദുണ്ട്, അങ്ങനെ പ്രഗത്ഭരായ വലിയ നേതാക്കന്മാര്, വലിയ ഉസ്താദുമാര്, അവരോട് കൂടെ വന്നരായ കോടമ്പുഴ ബാബു ഉസ്താദ് ഉണ്ടായിരുന്നു. ദീർഘായുസ്സ് കൊടുക്കട്ടെ. ലൈവിൽ തൃശ്ശൂരിൽ നിന്ന് എന്റെ ഉപ്പ ഞാൻ പ്രസംഗിക്കുന്ന വാക്കുകൾ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ വീട്ടിൽ പോയപ്പോഴാണ് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, മോനെ നിന്റെ അടുത്തിരിക്കുന്ന ഉസ്താദുമാരുടെ സ്ഥാനം നിനക്കറിയുമോ മോനെ? നീ പഠിച്ച കിതാബ് മുതൽ നിന്നെ പഠിപ്പിച്ച ഉസ്താദുമാര് ഓതി പഠിച്ച കിതാബ് വരെ എഴുതിയ മുസന്നിഫുകൾ ഇവിടെയുണ്ട്, എഴുതിയ കിതാബ് എഴുതിയ ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ തൊട്ട് ചാരിയാണ് നീ നിന്നതെന്ന് ഓർമ്മയുണ്ടോ മോനെ? ആ സ്ഥാനത്തേക്ക് അവരുടെ അടുത്ത് എത്താൻ അല്ലാഹു നിനക്ക് തന്ന ഭാഗ്യം എന്താണ് മോനെ? വീട്ടിൽ പോയപ്പോ എന്നോട് ഉപ്പ ചോദിച്ച ചോദ്യം, ബാബർ ഉസ്താദിന്റെ കൂടെ നിനക്ക് ഇരിക്കാനുള്ള യോഗ്യത എന്താണ് നിനക്ക് ലഭിച്ചത്? സുബ്ഹാനല്ലാഹ്. അതിനൊരൊറ്റ ഉത്തരമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട്, ഞാനും AK ഉസ്താദുമായുള്ള ബന്ധം നിങ്ങൾ അറിയണം. ഇരുളടഞ്ഞൊരു ജീവിതത്തെ വെളിച്ചമേകിയ താരകം, ഹൃദയ നൊമ്പരമേനി കണ്ട് കൈപിടിച്ചൊരു താരകം. അങ്ങ് കേരളത്തിന്റെ അങ്ങേ അറ്റത്ത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര എന്ന ഗ്രാമത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് വണ്ടിയും ഓടിച്ചിങ്ങനെ വന്ന് ഉസ്താദിന്റെ ഖബർ അന്വേഷിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു എനിക്ക്.
എന്റെ ഉസ്താദിന്റെ ഖബർ ഫറോക്കിൽ എവിടെയാണെന്ന് പലരോടും ചോദിച്ചു അന്വേഷിച്ച് പിടിച്ച് ഈ ഹദറത്തിൽ വന്നപ്പോ ഉസ്താദിന്റെ ഖബറങ്ങ് കണ്ടപ്പോ ചെരുപ്പൊക്കെ മെല്ലെ ഊരിയിട്ട് അതോടെ മെല്ലെ ഉസ്താദിന്റെ ഹദറത്തിൽ പോയി കാൽ ചുവട്ടിലുള്ള മീസാൻ കല്ലില് പിടിച്ച് മാപ്പ് പറഞ്ഞ ദിവസം എനിക്കുണ്ട് മോനെ. അന്ന് മുതലാണ് എന്റെ ജീവിതം മാറിയതെന്ന് ഞാൻ ഉപ്പായോടും പറഞ്ഞു. എന്തേ മാപ്പ് പറയാനുള്ള കാരണം? എന്റെ മുത്തഅല്ലിമീങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. 1999 വേദിയിലുണ്ടായിരുന്ന ഹമീദ് മാഷി, വൈലത്തൂര് തങ്ങൾ, കോട്ടൂർ ഉസ്താദ് തുടങ്ങിയ പ്രഗത്ഭരായ ആലിമീങ്ങളുടെ കൂടെ ഞാൻ 10-12 വയസ്സായുള്ള സമയത്ത് ഹജ്ജിന് പോകാൻ ഉപ്പയുടെ കൂടെ ഭാഗ്യം കിട്ടി. ഹമീദ് മാഷുമായുള്ള ബന്ധം എന്നെ ജാമിയത്തു സഅദിയത്തുൽ അറബിയയിൽ എത്തിച്ചു. വലിയ സ്ഥാപനം. ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ ഹൈന്ദവ നാടുകളാണ് കൂടുതലും, മിക്സഡാണ് അവിടെ, ഹരിജൻസ് ഒക്കെ കൂടുതലുള്ള സ്ഥലം. അതിന്റെ ഇടയിലാണ് ജാമിയത്തു സഅദിയയിലേക്ക് എന്നെ കൈയും പിടിച്ച് ഉപ്പ ചെറിയ കുട്ടിയും കൈ പിടിച്ചിട്ട് ശൈഖുന എ.കെ. ഉസ്താദിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത്. പരിസരത്തുള്ള ഒരാളെയും എനിക്കറിയില്ല. ഖാനിയിലൊക്കെ പഠിക്കുന്ന വലിയ ആലിമീങ്ങൾ, വലിയ മുതഅല്ലിമീങ്ങളൊക്കെ അവിടെയുണ്ട്. ബിൽഡിങ്ങിന്റെ ചുറ്റുഭാഗത്തും ഇതുപോലത്തെ വലിയ മശായിഖന്മാര് അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ നാട്ടിൽ, ആ സ്ഥാപനത്തിൽ എനിക്ക് ആകെ അറിയുന്നത് വന്നിരായ എന്റെ ഉസ്താദിനെ മാത്രമാണ്. ഉസ്താദിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഉപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മകനെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിക്കുകയാണ്, ഇവനെ നോക്കിക്കോളണം, വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചു തരണം എന്ന് പറഞ്ഞ് എന്നെ കൈകളിൽ ഏൽപ്പിച്ചു. അൽഹംദുലില്ലാഹ്, ആ ബന്ധം ഞങ്ങൾ തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് ഉസ്താദിന്റെ റൂമിൽ ഇങ്ങനെ പോകും. എനിക്ക് വേറെ ആരെയും പരിചയമില്ല. ഉസ്താദിന്റെ റൂമിൽ ഇങ്ങനെ പോയിരിക്കും. അസർ നിസ്കാര ശേഷം ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ പോകും. ഉസ്താദ് ചായ തരും, പലഹാരങ്ങൾ തരും. ഇടയ്ക്ക് എന്നെ കാണാതാകുമ്പോ മറ്റുള്ള കുട്ടികളോടൊക്കെ ഉസ്താദ് എന്നെ കുറിച്ച് ചോദിക്കും. അങ്ങനെ ഞങ്ങളുടെ ബന്ധങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നു. അൽഹംദുലില്ലാഹ്, ഞാൻ മാസമൊക്കെ ലീവിന് വരുമ്പോ ഉസ്താദിന്റെ അടുത്ത് സമ്മതം വാങ്ങിയിട്ടാണ് വരല്. പിന്നെയാണ് മറ്റുള്ള ഉസ്താദുമാരൊക്കെ ഞാൻ പരിചയപ്പെട്ടു തുടങ്ങിയത്. ആ ബന്ധം അങ്ങനെ തുടർന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോ 5-6 വർഷം കഴിഞ്ഞു. 6 വർഷത്തോളം മീസാ മുതൽ അവിടെ അങ്ങനെ പഠിക്കുമ്പോ വിദേശത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നു. ഉസ്താദിനോട് പോയി സമ്മതം ചോദിക്കാൻ വലിയ പേടി. ഉസ്താദ് സമ്മതം തരില്ല എന്ന് എനിക്ക് 100% ഉറപ്പാ. ഉപ്പാന്റെ കത്തും വാങ്ങിയിട്ടാണ് ഉസ്താദിന്റെ അടുത്ത് മെല്ലെ ഇങ്ങനെ പോയി. മെല്ലെ അതപോടെ ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ നിന്ന് വിഷയം അവതരിപ്പിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, തങ്ങളെ, നിങ്ങൾക്കൊന്നും ഗൾഫ് പറ്റൂല, നിങ്ങളൊന്നും ഗൾഫ് പോണ്ട. ഉപ്പ പറഞ്ഞ സ്ഥിതിക്ക് ആ വാക്ക് തെറ്റാതെ വേണമെങ്കിൽ ഒന്ന് പോയിട്ട് പോന്നോളി എന്ന് പറഞ്ഞ് എന്നെ അടുത്ത് വിളിച്ച് ഒരുപാട് നേരം ഞാൻ അതുവരെ കേൾക്കാത്ത ദിക്റുകൾ എന്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് ഒരുപാട് മന്ത്രിച്ചിട്ട് കൈ പിടിച്ചിട്ടൊരു വാക്ക് പറഞ്ഞു, തങ്ങളെ, നിങ്ങളെവിടെ പോയാലും ഈ വസ്ത്രം നിങ്ങൾ മാറ്റരുത് കേട്ടോ. നിങ്ങൾ എവിടെ പോയാലും, ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം നിങ്ങൾ മാറ്റരുത്. അതിലാണ് നിങ്ങൾക്ക് ബറക്കത്തുള്ളതെന്ന് എൻ്റെ ഉസ്താദ് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞതാണ്. പിന്നങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് വിസ വന്ന് വിദേശത്തേക്ക് പോയി. ഫസ്റ്റ് ഞാൻ ചെന്നുടനെ ജോലിയുടെ സൗകര്യത്തിനൊക്കെ വേണ്ടി എന്റെ വെള്ള വസ്ത്രം മാറ്റി പാന്റിലേക്ക് കടന്നു. പിന്നെ അത് ജീൻസായി. പിന്നെ അവിടുത്തെ സൗകര്യത്തിനനുസരിച്ച് ടീഷർട്ടിലേക്ക് കടന്നു. അങ്ങനെ എന്റെ പ്രായത്തിനും
ആ ജോലിയുടെ ആവശ്യങ്ങൾക്കും വേണ്ടി എന്റെ വസ്ത്രങ്ങൾ ഇങ്ങനെ മാറി, തൊപ്പികളുമെല്ലാം ഊരി പോക്കറ്റിലെത്തി. നിസ്കരിക്കുമ്പോ മാത്രം തൊപ്പിയിടുന്ന അവസ്ഥയിലേക്ക് എന്റെ ജീവിതമൊക്കെ മെല്ലെ ഇങ്ങനെ പോയി. പിന്നെ ഞാൻ നാട്ടുംപുറത്തുകാരനെ പോലെ നടക്കുന്നു. എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് എന്നെ പഠിപ്പിച്ച ഉസ്താദ് ചീയൊരു ഉസ്താദ് ഇങ്ങനെ വാച്ച് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ ചെയ്യും, ഉപദേശിച്ച് തരും. ആ ബന്ധം അങ്ങനെ നിൽക്കുമ്പോഴും നാട്ടില് ഓരോ ബിസിനസ് ഇങ്ങനെ തുടങ്ങുന്നു. 3 മാസമാകുമ്പോഴേക്ക് അത് പൊട്ടും. ഞാൻ തുടങ്ങിയ ബിസിനസ് ഏതൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രത്തോളം 3 മാസം 6 മാസം കൂടുമ്പോ ഓരോ ബിസിനസ് ഇങ്ങനെ ചെയ്ത് വലിയ പരാജയത്തിലേക്ക് ഞാൻ എത്തി. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് പറഞ്ഞ വാക്കൊക്കെ ഞാൻ മറന്നു. ചെറിയ പ്രായമാണ്, രക്തത്തളപ്പുള്ള പ്രായമാണ്. ഓടി നടന്നു, ഒരു രക്ഷയുമില്ല. എന്റെ വയസ്സിനേക്കാൾ കൂടുതൽ ലക്ഷങ്ങളുടെ ബാധ്യത എന്റെ തലയിലേക്ക് വന്നു. എന്റെ മുത്താലിമീങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ചോളണം. നിങ്ങൾ നിൽക്കുന്ന മണ്ണ് ഏതാണെന്ന് ശരിക്കും പഠിച്ചോളണം. ഒരു നിവർത്തിയില്ല. ഉപ്പ പറഞ്ഞത് നിന്റെ ഭാര്യയെയും മക്കളെയൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്, നീ ഉണ്ടാക്കി വെച്ച കടം മാത്രം നീ വീട്ടിയാ മതി എന്നുള്ള ഒറ്റ വാക്ക. ഒരു ദിവസം ഉപ്പയുടെ കൂടെ ഞാൻ സിയാറത്തിന് പോവാണ്, അമ്പ്രാമ്പളയം. ഞാൻ നിങ്ങൾക്ക് 3 ആളുകളെ എന്ന് പരിചയപ്പെടുത്തി തരും. ആ 3 ആളുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുറുകെ പിടിച്ചോളി. എന്റെ ജീവിതം മാറ്റിയ 3 ആളുകളാണ്. അൽഹംദുലില്ലാഹ്, സിയാറത്തിന് പോവാണ് തമിഴ്നാട്ടിലേക്ക്. അമ്പ്രാമ്പാളയം തഹജ്ജുദ് നിസ്കാരത്തിന്റെ മുമ്പ് 3 മണിയാകുമ്പോൾ ഞങ്ങൾ ഒരു ബസ് ആളുകൾ അമ്പ്രാമ്പാളയത്തിലെത്തി. തമിഴ്നാട്ടിൽ വാൽപ്പാറ പോകുന്ന വഴിക്കാണ് അമ്പ്രാമ്പാളയം. നല്ല തണുപ്പുള്ള സമയം. എല്ലാവരും ബസ്സിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ഞാൻ ചെന്നിട്ട് ആ ജാറത്തിന്റെ തൊട്ട് വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു തിണ്ടുണ്ട്. ആ തിണ്ടിൽ ഇങ്ങനെ ചുമര് നെറ്റിയിൽ ഇങ്ങനെ മുട്ടിച്ചിട്ട് അവിടെ കിടന്നിട്ട് ദുആ ചെയ്തു, റബ്ബേ, ഒന്നില്ലെങ്കിൽ ഇന്ന് എന്റെ ജീവിതം മാറ്റണം, അതല്ലെങ്കിൽ ഇവിടെ വെച്ച് എന്നെ മരിപ്പിക്കണം. അത്രയ്ക്ക് അവസ്ഥയിലേക്ക് എന്റെ ജീവിതം കഴിഞ്ഞുപോയി. ആ ഭിത്തിയിൽ ഇങ്ങനെ ചുമര് വെച്ചിട്ട് ദുആ ചെയ്ത ദുആ, ഇന്ന് ഇവിടുന്ന് ജീവിതം മാറ്റണം, അതല്ലെങ്കിൽ എന്നെ തിരിച്ചയക്കരുത്, ഇവിടെ മരിപ്പിച്ചോളണം. അങ്ങനെ ഞാൻ ഉറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ സ്വപ്നത്തിലതാ സഅദിയയിലെ വലിയ നേതാവായ നമ്മളൊക്കെ കിതാബോധി പഠിക്കുന്ന KK ഉസ്താദ് ഇങ്ങനെ സ്വപ്നത്തിൽ വരുന്നു. നമുക്കൊക്കെ ഉസ്താദിന്റെ അടുത്തേക്ക് പോവാൻ തന്നെ വലിയ പേടിയാണല്ലേ. KK ഉസ്താദ് വന്നു. എന്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് ഉസ്താദ് മന്ത്രിച്ചിട്ട് ഉസ്താദ് സ്വപ്നത്തിൽ നിന്ന് പോയി. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. കുറെ നേരം അന്തം വിട്ടിട്ട് ഇങ്ങനെ ആ ചുമരുമിലിരുന്നു. അപ്പോഴാണ് റബ്ബേ എന്റെ ഉസ്താദ് പറഞ്ഞ വാക്കെനിക്ക് ഓർമ്മ വന്നത്. തങ്ങളെ, വെള്ള വസ്ത്രം മാറ്റരുത് കേട്ടോ. നേരെ അമ്പ്രാമ്പാളയത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് പുതിയ വസ്ത്രം, വെള്ള ജുബ്ബയൊക്കെ അടുപ്പിച്ചിട്ട് ഈ ഹദ്റത്തിലേക്ക് വന്ന് പരിസരത്ത് ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയപ്പോ മെല്ലെ അതിന്റെ ഉള്ളിൽ കയറി ഉസ്താദിനോട് ഞാൻ മാപ്പ് പറഞ്ഞു. ഉസ്താദേ, എന്റെ ശരീരവും എന്റെ ആത്മാവിനെയും ഇന്ന് മുതൽ ഞാൻ ഇവിടെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് മുതൽ എന്റെ പ്രവർത്തനത്തിന്റെ എല്ലാ ഉത്തരവാദികളും ഉസ്താദാണ്. ഇന്ന് മുതൽ എന്നെ നോക്കണമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ തുടങ്ങിയതാണ് ഈ വസ്ത്രം. അൽഹംദുലില്ലാഹ് പറഞ്ഞു. AK ഉസ്താദിനെ പറഞ്ഞു, ഒരാള് കൂടിയുണ്ട്. എന്റെ പോക്കറ്റിൽ 10 രൂപ പോലും എടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. വെറും 10 രൂപ എടുത്ത് ചെലവാക്കാൻ പറ്റാത്തൊരു കാലഘട്ടം.
വണ്ടിയിൽ എണ്ണ അടിക്കാൻ വേണ്ടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ ഭാര്യ അയൽപക്കത്തുള്ള ഒരു താത്താന്റെ അടുത്ത് പോയി 100 രൂപ കടം പിടിച്ചൊരു കാലഘട്ടം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഉസ്താദിന്റെ വാക്ക് ഞാൻ ആ പ്രായത്തിന്റെ പൊട്ടിത്തെറിയിലും മാറ്റിവെച്ചതിന്റെ ഭവിഷ്യത്താണ് അതൊക്കെ. 10 രൂപ പോലും എടുക്കാനില്ലാത്ത കാലഘട്ടം. എന്റെ ഉപ്പ വലിയ പണക്കാരനാണ്, ഇഷ്ടംപോലെ ഏക്കറകെട്ട് സ്ഥലമുണ്ട്. പക്ഷേ എന്റെ ബാധ്യതകൾ അറിയാതെ എന്നിലേക്ക് തലയിലേക്ക് വന്നുകൂടി. എങ്ങനെയാണ് എനിക്ക് ബാധ്യത വന്ന് റബ്ബിനെ അറിയൂ. ഒരു ഹറാമിയത്തിലേക്ക് ഞാൻ പോയതല്ല. ബിസിനസ്സുകൾ തുടങ്ങും, അത് 8 നിലയിൽ പൊട്ടും. അങ്ങനെ പരാജയത്തിന്റെ പട്ടുകുഴിയിൽ നീന്തി നീന്തി കഴിയുന്ന ഒരു കാലഘട്ടത്താണ് ഉസ്താദിനെയൊക്കെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നത്. ഒരു ദിവസം എന്റെ മകനക്ക് പനി വന്നപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോ കയ്യിൽ കാശില്ല. പേഴ്സിൽ ഇങ്ങനെ തപ്പിയൊക്കെ ചെറിയ കളർ ഇങ്ങനെ തുറന്നു നോക്കുമ്പോ വലിയ ഉസ്താദ്മാരൊക്കെ തന്ന കാശ്, ഞാൻ ഉള്ളാളം തങ്ങൾ തന്ന കാശ്, അതുപോലെ സുലൈമാൻ ഉസ്താദ് തന്ന, അങ്ങനെ പലരും തന്ന കാശൊക്കെ ഞാൻ ചുരുട്ടിയിട്ട് ഇങ്ങനെ വെക്കാറുന്ന പതിവുണ്ട്. ഉപ്പ ഉംറയ്ക്കോ ഹജ്ജിനാട്ടോ പോകുമ്പോ എനിക്കൊരു 500 രൂപ തന്നതും ഞാൻ ഇതുപോലെ ചുരുട്ടി അതിൽ വെച്ചു. മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കേണ്ട ആവശ്യം ആ 500 രൂപ എടുത്തിട്ടാണ് ഞാൻ അന്ന് കാണിച്ചത്. അങ്ങനത്തെ സാഹചര്യം വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഇന്ന് നിങ്ങളൊന്ന് എന്നെ കുറിച്ചിട്ടൊന്ന് അന്വേഷിച്ചു നോക്കൂ. നാട്ടിൽ അൽഹംദുലില്ലാഹ് പുലാമന്തോളടുത്ത് വലിയ മജ്‌ലിസ് അവിടെ നടക്കുന്നുണ്ട്. എല്ലാ മാസവും 500-ഉം 600-ഉം ആളുകളാണ് എന്റെ അവിടുത്തെ മജ്‌ലിസിലേക്ക് ഖുത്ബിയത്തിലേക്കൊക്കെ വരുന്നത്. എന്റെ പവറല്ല, എന്നെ പഠിപ്പിച്ച എന്റെ ഉസ്താദുമാരുടെ അവരുടെ കാവല. ഒരു ദിവസം വീണ്ടും പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയാം, എങ്കിൽ പോലും അവിടുത്തെ ശിഷ്യന്മാരായതുകൊണ്ട് അവരെയൊക്കെ മുറുകെ പിടിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ ഉസ്താദിനൊക്കെ കണ്ട്, സ്വപ്നത്തിലൊക്കെ കണ്ട് ഇവിടൊക്കെ വന്ന് പോയതിനു ശേഷം ഒരു ദിവസം ഞാൻ ശൈഖുന എം.എ. ഉസ്താദിനെ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉസ്താദിന്റെ റൂം, ആ കോണിയുടെ അപ്പുറത്ത് ഉസ്താദിന്റെ റൂം, സ്വപ്നത്തിലാണ്. ഉസ്താദിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പോയിരിക്കുന്നുണ്ട്. ഞങ്ങൾ സംസാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പേഴ്സ് തുറന്നിട്ട് ഉസ്താദിന് കാശെടുത്ത് കൊടുക്കാൻ, എന്തെങ്കിലും ഉസ്താദ്മാരൊക്കെ കാണുമ്പോ കാശ് കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കാൻ വേണ്ടി എന്റെ പേഴ്സ് തുറന്നത് ഉസ്താദ് കണ്ടു. പേഴ്സിൽ കാശില്ല എന്ന് ഉസ്താദ് മനസ്സിലായി. ഉസ്താദിനോട് പറയാണ്, തങ്ങളെ കയ്യില് കാശില്ലല്ലേ, പേടിക്കണ്ട, ഇന്ന് മുതൽ വന്നോളൂട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ദിക്ർ അന്ന് ഉസ്താദ് പഠിപ്പിച്ചു തന്നു. ആരും ചോദിക്കണ്ട, ഞാൻ പറഞ്ഞു തരൂല്ല. ഉസ്താദ്മാരെ മുറുകെ പിടിച്ചു. അന്ന് മുതൽ ഞാൻ ആ ദിക്ർ പതിവാക്കി, അന്ന് മുതൽ ചൊല്ലി തുടങ്ങി. അൽഹംദുലില്ലാഹ്. അവിടുന്ന് അങ്ങ് എന്റെ ജീവിതം മാറി തുടങ്ങി. 10 രൂപ പോലും എടുക്കാനില്ലാത്ത എനിക്ക്, ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഇന്നോവ കാറിലാണ്. എനിക്ക് ഡ്രൈവർമാരുണ്ട്, ഖാദിമീങ്ങളുണ്ട്, ഒരുപാട് ശിഷ്യന്മാരെ ഞങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന സ്ഥാനത്തേക്ക് അല്ലാഹു എന്നെ വളർത്തി. ഉസ്താദുമാരെ മുറുകെ പിടിച്ചോളി. എവിടെ പോയാലും അവരുമായുള്ള ബന്ധം ഇങ്ങനെ നിങ്ങൾ നിലനിർത്തിക്കോളി. അല്ലാഹു ബർക്കത്ത് തരട്ടെ. കാറെടുക്കാൻ പോയപ്പോ അതില് KL10 AP എന്ന് കണ്ടപ്പോ എനിക്ക് ആ കാറ് തന്നെ വേണമെന്ന് എനിക്കൊരു വാശി. KL10 AP എന്നാണ് അതിന്റെ പേര്. ആ കാറ് തന്നെ എനിക്ക് വേണം. മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ കാശ് കൊടുത്തിട്ട് അത് വാങ്ങി. അത് വാങ്ങിയതിന് ശേഷം എനിക്ക് വീട്ടിലിരിക്കാൻ സമയം കിട്ടാത്ത അവസ്ഥയാണ്. ഓരോ പരിപാടികളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതും ഉസ്താദിന്റെ കറാമത്താണ്. അല്ലാഹു അതൊക്കെ നിലനിർത്തി നമുക്കൊന്ന് ദുആ ചെയ്യാം. ഏതായാലും വന്നല്ലോ, ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും കുറച്ചല്ലോ ഉള്ളോ കഴിഞ്ഞിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും എന്റെ ഉസ്താദിന്റെ ഇജാസത്താണ് ഒരു 3 ആയത്തിൽ കുറിച്ച് ഓതിക്കോളി. ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞ് എന്നെ ഉസ്താദ്മാരെ ഏൽപ്പിച്ചതാണ്. ഒന്നെല്ലാവരും ഓതിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ യാ റബ്ബൽ ആലമീൻ അർഹമുർ റഹീമീനായ റബ്ബേ
ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണമല്ലോ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനേ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് അല്ലാഹ്, പൊറുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഉസ്താദുമാരുടെ ദറജ നീ ഉയർത്തണം റഹ്മാനേ. ഞങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി ഇങ്ങനെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ച് ഞങ്ങളുടെ മശായിഖന്മാരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവരുടെ തിരുനോട്ടമുള്ള ശരീരങ്ങളാക്കി ഞങ്ങളുടെ ശരീരങ്ങളെ മാറ്റണേ റഹ്മാനേ. ഞങ്ങളിട്ടിരിക്കുന്ന വസ്ത്രം ഞങ്ങളുടെ ഉസ്താദുമാരിട്ടിരിക്കുന്ന വസ്ത്രമാണേ അല്ലാഹ്. ഞങ്ങളിട്ടിരിക്കുന്ന വസ്ത്രം ഞങ്ങളുടെ മശായിഖന്മാര് ഞങ്ങളുടെ ഉസ്താദുമാരിട്ടിരിക്കുന്ന വസ്ത്രമാണല്ലാഹ്. ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് വല്ല പാകപ്പിഴവുകളും സംഭവിച്ചാൽ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് അടക്കം അതൊരു ചീത്ത പേരായി മാറും. നീ കാക്കണം റഹ്മാനേ. എല്ലാ ഹറാമിയത്തിനെ തൊട്ട് ഞങ്ങളുടെ ശരീരങ്ങളെ നീ കാക്കണം റബ്ബേ. ഞങ്ങളുടെ ഒരുപാട് മക്കൾ മഹ്ബൂബീങ്ങൾ കണ്ടെത്താത്ത ദൂരത്തുണ്ട്. അവിടെ നമ്മൾ മയ്യത്ത് കൊണ്ടുവരേ. ദിവസമൊക്കെ എത്രയോ കേസുകളാണ് എൻ്റെ അടുത്ത് വരുന്നത്. മക്കള് കള്ളുകുടിയന്മാരാണ്, മക്കള് മറ്റുള്ളവരോട് പ്രേമത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് എത്രയോ കേസുകൾ ഞങ്ങളുടെ അടുത്ത് വരുന്നു റബ്ബേ. ഞങ്ങളുടെ മക്കള് ഞങ്ങൾക്കെതിരെ തിരിയുന്നവരാക്കി അല്ലാഹു നീ മാറ്റല്ലേ റഹ്മാൻ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ചീത്തപ്പേര് വരുത്തുന്ന, ഞങ്ങൾക്ക് ചീത്തപ്പേര് വരുത്തുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റല്ലേ റഹ്മാനെ. ഹക്കടപാട് വെച്ച അല്ലാഹു നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ. ഖൈറായ വരുമാനത്തിന്റെ വഴികളൊക്കെ അല്ലാഹു നീ തുറന്നിട്ട് കൊടുക്കണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ശരീരങ്ങൾ ഡോക്ടർമാരെ കൊണ്ട് നീ തുടിപ്പിക്കല്ലേ. ഞങ്ങളുടെ ശരീരങ്ങള് ഡോക്ടർമാരെ കൊണ്ട് നീ തുടിപ്പിക്കല്ല റബ്ബേ. ആ ഉപ്പയുടെ കൈ കാണുമ്പോ വലിയ സങ്കടം തോന്നുന്നു. നീ തന്ന അനുഗ്രഹങ്ങൾ, നീ തന്ന റഹ്മത്ത് ഡോക്ടർമാരെ കൊണ്ട് മുറിച്ച് മാറ്റേണ്ട ഗതികേട് വരുത്തില്ലേ റഹ്മാൻ. നീ തന്ന റഹ്മത്ത്, നീ തന്ന അവയവങ്ങൾ ഡോക്ടർമാരെ കൊണ്ട് മുറിച്ചു മാറ്റേണ്ട ഗതികേട് വരുത്തില്ല റബ്ബേ. ഞങ്ങളുടെ മൂക്കിലൊക്കെ ഇങ്ങനെ പൈപ്പ് വിട്ട് സിറിഞ്ച് ഉപയോഗിച്ച് മൂക്കിലൂടെ ഭക്ഷണം തരേണ്ട ഗതികേട് വരുത്തില്ലേ റഹ്മാൻ. ഞങ്ങളുടെ രക്ഷിതാക്കൾക്കൊക്കെ നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റബ്ബേ. ഒരുപാട് കാലം അവരുടെ ഒക്കെ തണലിലായി ജീവിക്കണം നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. അവസാന ശ്വാസം വരെ ഉസ്താദിന്റെ ഹദ്റത്തിൽ വെച്ചിട്ടാണ് പറയുന്നു റബ്ബേ. അവസാന ശ്വാസം വരെ ദീനിന്റെ ഖാദിമീങ്ങളാക്കി അല്ലാഹുവേ നീ ഞങ്ങളെ മാറ്റണേ റഹ്മാനെ. ദീനിന്റെ ഖാദിമീങ്ങളായി പ്രവർത്തിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ ബന്ധം ദുനിയാവിലും ആഖിറത്തിലും നാളെ സ്വർഗ്ഗത്തിലും ഉപകരിക്കുന്ന ബന്ധങ്ങളാക്കി അല്ലാഹു നീ മാറ്റണേ റഹ്മാനെ. اللهم استجب دعاءنا، اللهم استجب دعاءنا، اللهم استجب دعاءنا يا الله يا الله يا الله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.